സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗൗതമും ചന്ദ്രശേഖരനും കൂടി ഗൗതം അവിടെ വിൽപത്രം എടുക്കാൻ പോയ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക. അന്നേരം ഗൗതം ആശങ്കയോട് ചോദിക്കണേ, അല്ലച്ച നമുക്കെന്താണെങ്കിലും വിൽപത്രം കൊണ്ടുവന്ന് അച്ഛൻ്റെ കൈകളിൽ ഏൽപ്പിക്കുമെന്നൊക്കെ പറഞ്ഞ് വാക്ക് പറഞ്ഞിട്ട് ഗൗതം ഇവിടുന്ന് പോയത്. പക്ഷേ എത്രയൊക്കെ തന്നെ പറഞ്ഞാലും ശ്യാമ മാഡത്തിൻ്റെ വീട്ടിലേക്കാണ് ഗൗതം കയറി ചെന്നിരിക്കുന്നത്. അവിടുന്ന് അത്രയ്ക്ക് നിഷ്പ്രയാസം അയാൾ വിചാരിക്കുന്നത് പോലെ ആ വിൽപത്രം കൈക്കലാക്കാൻ ബെഞ്ചമിന് പറ്റുമെന്ന് എന്തോ എനിക്കൊരു വിശ്വാസം തോന്നുന്നില്ല അച്ഛാ. ഈ സമയം അങ്ങനെ പറഞ്ഞ് ഗൗതം നാക്ക് വായിലിട്ടതും ബെഞ്ചമിൻ വിൽപത്രവുമായിട്ട് അവിടെ എത്തുവാൻ പറ്റും സാർ. ഇതാ സാറിന് ഞാൻ നിന്ന വാക്ക് പാലിച്ചിരിക്കുവാണ്. ശ്യാമ മകൾക്ക് എഴുതി കൊടുത്ത ആ വിൽപത്രം അവർ ആരും അറിയാതെ തന്നെ ഞാൻ കൈക്കലാക്കി കൊണ്ടുവന്നു. സാറ് നോക്കിക്കോ. അന്നേരം ചന്ദ്രശേഖരൻ പറയണേ, ബെഞ്ചമിൻ താണിതുപോലെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് എന്നെ ഞെട്ടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ഇതുപോലെ പല ആഗ്രഹങ്ങളും ഞാൻ പറഞ്ഞു വന്നിരിക്കും. സാർ എന്താഗ്രഹം വേണമെങ്കിലും പറഞ്ഞോ, അതെല്ലാം നടത്തി തരാനല്ലേ ഞാനുള്ളത്. അന്നേരം ഗൗതം പറയുന്നുണ്ട്, സോറി ബെഞ്ചമിൻ, ഞാൻ എൻ്റെ മനസ്സിനുള്ളിലൊരു സംശയം വെച്ചാൽ അങ്ങനെയൊക്കെ സംസാരിച്ചത്. അതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല ഗൗതം. നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് ഒരാൾ ചിന്തിക്കുന്ന കാര്യം ചെയ്തു കഴിഞ്ഞ് വരുമ്പോഴല്ലേ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുകയുള്ളൂ. അതിലല്ലേ നമുക്കൊരു ത്രില്ലുള്ളൂ. അല്ല ചന്ദ്രശേഖരൻ സാർ, എൻ്റെ ഡൗട്ട് ഇതാണ്, സാർ ഇപ്പോൾ എന്തിനാ ഈ വിൽപത്രം എന്നെ കൊണ്ട് എടുപ്പിച്ചത്? ആ ശ്യാമക്ക് ഈ വിൽപത്രം ഇല്ലെങ്കിലും സ്വത്തുക്കളെല്ലാം രാധികയുടെ അവരുടെ പേരിലാക്കിക്കൂടെ? അതിനവർക്ക് പ്രത്യേകിച്ച് നിയമ തടസ്സമൊന്നുമില്ലല്ലോ. ഈ വിൽപത്രത്തിന് അതിലൊരു യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. പിന്നെ എന്തിനാ സാർ ഇത് ഇന്ന് തന്നെ വേണമെന്ന് പറഞ്ഞത്? അന്നേരം ചന്ദ്രശേഖരൻ പറയണേ, ബെഞ്ചമിൻ്റെ ചോദ്യം ശരിയാ, ഈ വിൽപത്രം നഷ്ടമായതുകൊണ്ടൊന്നും അവർക്കൊരു കുഴപ്പമില്ല. സ്വത്തുക്കൾ രാധികയുടെ പേരിലേക്ക് മാറ്റുന്നതിൽ ശ്യാമക്കൊരു ബുദ്ധിമുട്ട് വരാൻ പോകുന്നില്ല. പക്ഷേ ഈ വിൽപത്രം വായിക്കുന്നതിലൂടെ നമുക്ക് ശ്യാമക്ക് എത്രത്തോളം സ്വത്തുണ്ട്, എത്ര ബാങ്ക് ബാലൻസ് ഉണ്ട്, എത്ര ആസ്തിയുണ്ട് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടുമല്ലോ. ഈ വിൽപത്രത്തിൽ തന്നെ പറഞ്ഞിട്ടില്ലേ, ശ്യാമയുടെ സ്വത്തുക്കളിൽ കുറച്ച് ഭാഗം ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. പിന്നെ കുറച്ച് ശ്യാമയുടെ കൂടെ നിൽക്കുന്ന അമൃതക്കും ബാക്കി മുഴുവൻ സ്വത്തും രാധികയുടെ പേരിൽ എഴുതാനാണ് ശ്യാമ തീരുമാനിച്ചിരിക്കുന്നത്. അതുതന്നെ കോടിക്കണക്കിന് രൂപയുണ്ട്. അതായത് കണമംഗലം കുടുംബത്തെ പൂർണ്ണമായി തകർത്ത് അവരെ നാശത്തിൻ്റെ നെറുകയിലെത്തിച്ചാലും ശ്യാമ കൊടുക്കുന്ന പൈസ കൊണ്ട് അവർക്ക് വീണ്ടും തിരിച്ചു വരാം. അവർക്ക് വീണ്ടും നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു നേടാൻ പറ്റും. ആ ഒരു സാഹചര്യം നമുക്ക് തടയണമല്ലോ. അതിനുവേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യണ്ടേ? അന്നേരം അവരുടെ ബെഞ്ചമിൻ പറഞ്ഞേ, ശരിയാ, സത്യം പറയാലോ സാറ് കൂടി വന്നത് കാരണോ ഇത്രയും ഷാർപ്പായിട്ട് കാൽക്കുലേഷൻസ് നടത്താനായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്നത്. അതിന് എന്ത് ചെയ്യണമെന്ന് സാറ് പറഞ്ഞാൽ മതി, എന്തിനും ഞാൻ റെഡിയാണ്. അതിനെന്ത് വേണമെന്ന് നമുക്ക് ആലോചിക്കാം. പതിയെ പതിയെ അതിനുള്ള കാര്യങ്ങളും ചെയ്യാം. എന്നാണെങ്കിലും രാധികയുടെ വരുണിൻ്റെ പേരിലേക്കുള്ള ശ്യാമയുടെ സ്വത്തിൻ്റെ രജിസ്ട്രേഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ ഒരിക്കലും നടത്താൻ പാടില്ല. അത് നടക്കാനേ പാടില്ല. അതിൻ്റെ ഇടയിൽ കൂടി കണമംഗലത്തിൻ്റെ സർവനാശം നടക്കണം. പിന്നീട് നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാം. ഗൗതം, എന്താണെങ്കിലും ഇത് നീ തന്നെ കയ്യിൽ സൂക്ഷിച്ചോ. ഇതെല്ലാം നീ വായിച്ച് നല്ലപോലെ മനസ്സിലാക്കണം. ശ്യാമയുടെ സ്വത്തുക്കളെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നീ കളക്ട് ചെയ്യണം. മനസ്സിലായോ? ശരിയച്ചാ, അത് ഞാൻ വേണ്ട പോലെ ചെയ്തോളാം. ബെഞ്ചമിൻ തന്നോട് ഞാൻ വീണ്ടും സോറി ചോദിക്കുക, തന്നെ ഞാൻ സംശയിച്ചതിന്. വിട്ടുകള ഗൗതം. അന്നേരം ചന്ദ്രശേഖരൻ പറയണേ, നമ്മൾ ആഗ്രഹിച്ചതുപോലെ സ്വത്തുക്കളെല്ലാം നമ്മൾ നേടിയെടുത്തതിന് ശേഷം വേണം എങ്ങനെ ഭാഗം വെക്കണമെന്ന് തീരുമാനിക്കാനായിട്ട്. അതിന് തൻ്റെയും തൻ്റെ സഹോദരി സാറയുടെ സഹായം എനിക്ക് ആവശ്യമാണ്. പിന്നീട് കാണിക്കുന്നത് ആരതി പ്രിയങ്കേനെയും മുത്തശ്ശിനെയും ജയിലിൽ കാണാൻ വരുന്നതാണ്. അങ്ങനെ ആരതി അവരോട് പറയണേ, അതെ, പ്രിയങ്കയുടെ ഡിമാൻഡ് ഞാൻ വരുണിനെ അറിയിച്ചിട്ടുണ്ട്. വരുൺ അതിൻ്റെ സമ്മതവും അറിയിച്ചു കഴിഞ്ഞു. വരുൺ മാത്രമല്ല, വരുണിൻ്റെ വീട്ടുകാരും. പ്രിയങ്ക ആവശ്യപ്പെട്ടതുപോലെ ഡിവോഴ്സ് നടന്നു കഴിഞ്ഞാൽ 25 കോടി രൂപ പ്രിയങ്കയ്ക്ക് തരാൻ വരുൺ സമ്മതിച്ചു. ഞാനതിൻ്റെ എഗ്രിമെൻ്റ് എല്ലാം തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പ്രിയങ്ക അത് വായിച്ചു നോക്ക്. അങ്ങനെ പ്രിയങ്ക ആ പേപ്പേഴ്സ് എല്ലാം വായിച്ചു നോക്കുക. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എല്ലാം ഓക്കെ അല്ലേ? കുഴപ്പമില്ല മുത്തശ്ശി. ഈ സമയം ആരതി പറയണേ, നിങ്ങൾ എല്ലാം വായിച്ചുറപ്പിച്ചെങ്കിൽ ഇതിലൊപ്പിട്ടോളൂ. പിന്നെ 2-3 ദിവസത്തിനകം തന്നെ നിങ്ങളെ ജാമ്യത്തിലിറക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. അതിനുശേഷം പുറത്തിറങ്ങിയതിനു ശേഷം ഡിവോഴ്സിൻ്റെ കാര്യങ്ങളെല്ലാം മുമ്പോട്ട് പോകും. ഡിവോഴ്സ് കഴിഞ്ഞാൽ പ്രിയങ്ക ആവശ്യപ്പെട്ട തുക പ്രിയങ്കയുടെ കൈകളിലെത്തും. പിന്നെ ഇതിനു മുമ്പും പ്രിയങ്ക വരുണിൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോക്കോളാന്ന് പറഞ്ഞ് കോടിക്കണക്കിന് രൂപ വാങ്ങിച്ചിട്ടുണ്ട്. അന്നേരം പ്രിയങ്ക പറയണേ, അതൊന്നും വക്കീൽ അറിയേണ്ട കാര്യമല്ലല്ലോ. ഈ സമയം ആരതി പറയുന്നുണ്ട്, അത് ഞാൻ അറിയേണ്ട കാര്യമല്ലായിരിക്കും. പക്ഷേ ഇപ്പം പ്രിയങ്ക വീണ്ടും വരുണിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാനായിട്ട് ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുക. അതിൽ എന്തെങ്കിലും ഒരു കൃത്രിമം പ്രിയങ്ക കാണിച്ച, പറഞ്ഞ വാക്ക് പാലിക്കാതിരുന്ന, പിന്നെ ഈ മയക്കുമരുന്ന് കേസ് മാത്രമല്ല ഇതല്ലാത്ത മറ്റ് പല കേസുകളും ചാർജ് ചെയ്ത് ജീവിതകാലം മുഴുവൻ മുത്തശ്ശിയും കൊച്ചുമോളും ഈ ജയിലിൻ്റെ ഉള്ളിൽ കിടക്കേണ്ടി വരും. അക്കാര്യം ഓർമ്മയുണ്ടായാൽ മതി. അന്നേരം മുത്തശ്ശി വരണേ, എൻ്റെ വക്കീൽ സാറിനോട് ഞാൻ ഞങ്ങളെയൊന്നും ചെയ്യില്ല. ഞങ്ങളെ സാറിന് തന്ന വാക്ക് പാലിച്ചിരിക്കും. എന്നാൽ ശരി, അധികം വൈകാതെ തന്നെ നിങ്ങളെ പുറത്തിറക്കാനുള്ള ബാക്കി പ്രൊസീജിങ്സൊക്കെ ഞാൻ ചെയ്തോളാം. അതിനുള്ള ചില പേപ്പേഴ്സിലും കൂടി ഒപ്പിടാനുണ്ട്. അതുമായിട്ട് ഞാൻ ഉടനെ വരാം. അങ്ങനെ പറഞ്ഞ് ആരതി അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം സന്തോഷത്തോടെ ഇരിക്കുവാണ് മുത്തശ്ശിയും പ്രിയങ്കയൊക്കെ. പിന്നീട് കാണിക്കുന്നത്
ശ്യാമയുടെ വീട്ടിലെത്തുന്ന വരുണിനെയാണ് കേട്ടോ. അങ്ങനെ പുറത്ത് നിൽക്കുന്ന രാധികയെ കണ്ട് വരുൺ രാധികയുടെ വിശേഷമൊക്കെ തിരക്കണേ. എങ്ങനെയുണ്ടായിരുന്നു അമ്മയുടെ ഒപ്പമുള്ള താമസമൊക്കെ? അമ്മയും മോളും കൂടി പറയാനുള്ളതെല്ലാം പറഞ്ഞു തീർത്തോ? അന്നേരം രാധിക പറയണേ, സത്യം പറയാലോ, അമ്മയുടെ ഒപ്പം എത്ര നേരം നിന്നിട്ടും അമ്മയുടെ ഒപ്പം സമയം ചിലവഴിച്ചിട്ടും എനിക്ക് മതിയാവുന്നില്ല വരുൺ. ശ്യാമ മേഡം എവിടെ? എനിക്ക് മേഡത്തെ ഒന്ന് കാണണം. എന്താ വിളിച്ചത്? ശ്യാമ മേഡം ഒന്നോ? അമ്മയെന്ന് വിളിച്ചൂടെ? എടോ ശ്യാമ മേഡം തൻ്റെ ഇപ്പോൾ അമ്മയൊക്കെയാണ്. തനിക്ക് അമ്മയെന്ന് വിളിക്കാം, പക്ഷേ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ശ്യാമ മേഡം ഒരു സെലിബ്രിറ്റി തന്നെയാണ്. അതങ്ങനെ തന്നെ ഇരുന്നാൽ മതി. അങ്ങനെ വരണേയും കൂട്ടി രാധിക അകത്തെത്തുവാണ്ടോ. ഈ സമയം ശ്യാമ അമൃതയൊക്കെ ഉണ്ടാവും. അന്നേരം രാധിക പരാതിയുമായിട്ട് പറയണേ, അമ്മേ ഇത് കണ്ടില്ലേ, ദേ വരുൺ ഇപ്പോഴോ അമ്മേനെ ശ്യാമ മേഡം എന്നാണ് വിളിക്കുന്നത്. അതിനെന്താ മോളെ, വരുൺ അങ്ങനെ വിളിക്കുന്നത് ഇഷ്ടമെങ്കിൽ വരുൺ അങ്ങനെ വിളിച്ചോട്ടെ. നമ്മൾ രണ്ടുപേരെ ഒന്നിക്കാൻ ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചത് വരുൺ തന്നെയാണ്. അപ്പോൾ വരുണിൻ്റെ ഉള്ളിൽ എനിക്കുള്ള സ്ഥാനവും എന്നോടുള്ള സ്നേഹം എന്താണെന്ന് അതിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ. ഒരാൾ എന്ത് വിളിക്കുന്നു എന്നുള്ളതിലല്ല, അയാളുടെ മനസ്സിൽ നമ്മളോട് എത്രത്തോളം സ്നേഹവും ബഹുമാനവും ഉണ്ട് എന്നതിലല്ലേ കാര്യം. ശരി ശരി, ഞാനൊന്നും പറഞ്ഞില്ലേ. എനിക്ക് വരുൺ എന്താണെങ്കിലും വന്നാൽ നന്നായി. രണ്ടുപേരോടും കണ്ട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചതാണ്. ഞാൻ എൻ്റെ പേരിലുള്ള മുഴുവൻ സ്വത്തുക്കളും രാധികമ്മയുടെ പേരിലേക്ക് വിൽപ്പത്രം എഴുതി വെച്ചല്ലോ. അത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ രണ്ടാളുടെയും പേരിലേക്ക് രജിസ്റ്റർ ചെയ്യണം. അതിനുള്ള കാര്യങ്ങൾ അധികം താമസിപ്പിക്കാതെ ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. എന്താണെങ്കിലും ഞാനെന്ന് എഴുതിയ വിൽപ്പത്രം ഉണ്ടല്ലോ, അത് നിങ്ങളൊന്ന് വായിക്കും. അന്നേരം അമൃത പറയണേ, അന്ന് സ്വന്തം ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ച് ചെയ്തു കൂട്ടിയ കാര്യമല്ലേ അത്. രാത്രിക്ക് രാത്രി വക്കീലിനെ വിളിച്ചു വരുത്തി വിൽപ്പത്രം തയ്യാറാക്കിയതൊക്കെ. അന്നേരം അമൃതയോട് രാധിക പറയണേ, അത് ശരിയായിട്ടത് പറഞ്ഞത്. അന്ന് ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കാനുള്ള തീരുമാനം എടുത്ത് തന്നെയായിരുന്നു അത് ചെയ്തത്. പക്ഷേ ഇപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ചിന്തയില്ല. എൻ്റെ മോളുടെ കൂടെ കുറേ നാൾ എനിക്ക് ജീവിക്കണം. അവൾക്ക് മതിയാവുള്ള സ്നേഹം കൊടുക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. എടുത്തു പോയാൽ വിൽപ്പത്രം എടുത്തിട്ട് വാ. അങ്ങനെ അമൃത റൂമിൽ ചെന്ന് ആ വിൽപ്പത്രം നോക്കുവാണ്ടോ. അതവിടെ കാണാതാവുമ്പോഴേ അമൃത ടെൻഷനാകുക. ശ്യാമേ ഒന്നിങ്ങ് വന്നേ എന്ന് പറഞ്ഞ ടെൻഷനെ വിളിക്കുവാണ്ടോ അമൃത. ഈ സമയം ശ്യാമയും രാധികയും അതുപോലെ വരുണൊക്കെ അവിടേക്ക് ഓടിയെത്തുന്നുണ്ട്. അന്നേരം അമൃത കാര്യം പറയണേ, ശ്യാമേ ഞാൻ ഇവിടെ ആ വിൽപ്പത്രം വെച്ചത് അതിപ്പോൾ ഇവിടെ കാണുന്നില്ലേ? അത് പിന്നെ ഇവിടെ പോകാനാ? മോളെ രാധികയെ മോള് കൂടി ഒന്ന് നോക്കിക്കേ. അങ്ങനെ രാധിക അമൃതയും കൂടി അവിടെ മുഴുവൻ നോക്കുക. ശ്യാമേ മറ്റെല്ലാ ഡോക്യുമെൻസും ഉണ്ട്, പക്ഷേ ആ വിൽപ്പത്രം മാത്രം കാണുന്നില്ല. അന്നേരം വരുൺ ചോദിക്കണേ, അല്ല അതെങ്ങനെയാ അത് മാത്രം കാണാതെ പോകുന്നത്? അല്ല പകൽ സമയത്തപ്പോഴെങ്കിലും ഇനി മുൻവശത്തെ വാതിൽ തുറന്നിട്ടിട്ട് അവിടെ ഇല്ലാത്ത സമയങ്ങളുണ്ടായിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല വരുൺ. ഞാനും ഏട്ടത്തിയും കൂടി അവിടെ ഹോളിലുള്ള സമയത്ത് മാത്രമേ മുൻവശത്തെ ഡോറ് തുറക്കാറുള്ളൂ. എന്താണെങ്കിലും നമുക്ക് CCTV ഒന്ന് ചെക്ക് ചെയ്യാം. അങ്ങനെ ഒരു കള്ളൻ ഇവിടെ കയറിയിട്ടുണ്ടെങ്കിൽ അയാൾ CCTV വന്നിട്ടുണ്ടാകുമല്ലോ. അങ്ങനെ വരുൺ അവിടുത്തെ CCTV ഒക്കെയുള്ള ലാപ്ടോപ്പൊക്കെ എടുത്ത് പരിശോധിക്കുവാണ്. ഈ സമയം കഴിഞ്ഞ ദിവസത്തെ ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോഴായിരിക്കും കേട്ടോ രാത്രിയിൽ വീടിനകത്ത് കയറിയ ബെഞ്ചമിൻ്റെ ദൃശ്യം വരുണ് കിട്ടുന്നത്. വരുൺ അങ്ങനെ അത് എല്ലാവർക്കും കാണിച്ചു കൊടുക്കണേ. ദേ നോക്കിക്കേ, കഴിഞ്ഞ ദിവസം രാത്രി 10:15 മണിയോടുകൂടിയാണ് അയാൾ അകത്തേക്ക് കയറിയിരിക്കുന്നത്. പിന്നീട് 1 മണിക്ക് ശേഷം പുറത്തേക്ക് ഇറങ്ങിപ്പോയിരിക്കുന്നത്. അന്നേരം അയാളുടെ കയ്യിലൊരു കവറുണ്ട്. ഇത് തന്നെയാണോ ആ വിൽപ്പത്രം? അതേ വരുൺ, ഇത് തന്നെയാണ് അത്. അല്ല മാഡം, വേറെന്തെങ്കിലും സ്വർണ്ണോ പണോ അങ്ങനെ എന്തെങ്കിലും മോഷണം പോയിട്ടുണ്ടോ? ഇല്ല വരുൺ, ഒന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല. അന്നേരം വരുൺ പറയണേ, അങ്ങനെയാണെങ്കിൽ ഈ വിൽപ്പത്രം മാത്രം ലക്ഷ്യം വെച്ചിട്ടാണ് അയാളോട് വന്നിരിക്കുന്നത്. അതിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്തായിരിക്കും? ഈ വിൽപ്പത്രം എന്ന് പറയുന്നത് ഒരാൾ തൻ്റെ മനസ്സിലുള്ള ആഗ്രഹം എഴുതി വെക്കുന്നതല്ലേ. അതുകൊണ്ട് മൂന്നാമതൊരാൾക്ക് എന്ത് നേട്ടം കിട്ടാനാ? അത് തന്നെയാണ് വരുൺ എൻ്റെ സംശയം എന്ന് ശ്യാമയും പറയുക. ഈ സമയം രാധിക പറയണേ, അല്ല വരുൺ, നമ്മളന്ന് റിസോർട്ടിൽ താമസിച്ചില്ലേ, അന്ന് നമ്മളെ കൊല്ലാൻ വന്ന ആളുടെയും അതുപോലെ നമുക്ക് നേരെ അന്ന് വെടിയുതിർത്തില്ലേ അയാളുടെയും CCTV ദൃശ്യങ്ങൾ നമ്മൾക്ക് പോലീസുകാർ കാണിച്ചു തന്നതാണല്ലോ. അതും ഇതും ഒരാൾ തന്നെയല്ലേ? അന്നേരം വരുണു അത് ഓർത്തിട്ട് പറയണേ, ശരിയായി രാധിക താൻ പറഞ്ഞത്. അന്ന് നമ്മൾ പിന്തുടർന്ന അതേ ആൾ തന്നെയാണ് ഇത്. മാഡം ഒരു കാര്യം ഉറപ്പാണ്, ഞങ്ങളെ പിന്തുടരുന്ന അതേ ആൾ മാഡത്തെ പിന്തുടരുന്നുണ്ട്. നമുക്കെല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു ശത്രുവുണ്ട്. അതാരാണെന്നാ മനസ്സിലാവാത്തത്? എന്താണെങ്കിലും ഇത് പോലീസ് റിപ്പോർട്ട് ചെയ്യണം മാഡം. വേണം, ആ ACPനെ ഇപ്പം തന്നെ വിളിച്ച് പറയണം. ഇത്രയും നാളും ഇങ്ങനെ എന്തെങ്കിലും സംഭവം വന്നാൽ ആരാന്ന് വെച്ചാൽ എന്തെങ്കിലും ചെയ്ത് പൊക്കോട്ടെ എന്ന് വിചാരിക്കായിരുന്നു. പക്ഷേ എന്നാലിപ്പോൾ എനിക്ക് അങ്ങനെയല്ല. എനിക്ക് എൻ്റെ മോളുടെ കൂടെ കുറേ നാൾ ജീവിക്കണം. അവളുടെ സ്നേഹം എനിക്ക് അനുഭവിക്കണം. അങ്ങനെയൊക്കെ പറഞ്ഞ് നിൽക്കുവാണ് കേട്ടോ ശ്യാമ. പിന്നീട് കാണിക്കുന്നത് ഓഫീസിലെ പരമേശ്വരൻ മനോഹറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മനോഹർ, നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു 25 കോടി രൂപ അറേഞ്ച് ചെയ്യേണ്ടി വരും. ഒരു ബാങ്കിൽ നിന്ന് തന്നെ എടുക്കേണ്ട, പല പല ബാങ്കിൽ നിന്ന് കളക്ട് ചെയ്യാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എങ്ങനെയാണ്? അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ബാങ്കിൽ നിന്ന് മാത്രം എടുത്താൽ ഒരു പക്ഷേ അത്രയും വലിയൊരു എമൗണ്ട് നമുക്ക് പെട്ടെന്ന് കളക്ട് ചെയ്യാൻ പറ്റില്ല. മറ്റെന്തെങ്കിലും സോഴ്സ് കൂടി ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ മനോഹർ അതിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യും. അധികം വൈകാതെ തന്നെ 25 കോടി രൂപ നമുക്ക് സംഘടിപ്പിക്കേണ്ടിയിരിക്കുന്നു.
ശരി സാർ, ഞാൻ നോക്കിക്കോളാം. ഈ സമയത്തായിരിക്കോട്ടെ ബെഞ്ചമിൻ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. സോറി സാർ, ഞങ്ങൾ ഇതുവഴി പോയപ്പോൾ നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന കാര്യം കേട്ടു. നമ്മുടെ കമ്പനിയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ചിട്ട് 25 കോടി രൂപ വിഡ്രോ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് പോസിബിൾ അല്ല. അന്നേരം പരമേശ്വരൻ ചോദിക്കണേ, എൻ്റെ കമ്പനിയിൽ എന്ത് പോസിബിൾ ആകില്ല എന്നൊക്കെ തീരുമാനിക്കുന്നത് ബെഞ്ചമിൻ അല്ലല്ലോ. പിന്നെ ബെഞ്ചമിൻ തന്നെ ഇപ്പോൾ പറഞ്ഞു, ഞാനും മനോഹരും കൂടി സംസാരിക്കുന്ന കാര്യം നിങ്ങൾ കേട്ടു എന്ന്. അതെങ്ങനെയാണ് ബെഞ്ചമിൻ ശരിയാവുന്നത്? നിങ്ങൾ പഠിച്ചിരുന്ന കമ്പനി ഡിസിപ്ലിനും മാനേഴ്സും ഒക്കെ അങ്ങനെയാണോ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്? ഇനി ഇതുപോലൊരു കാര്യം മേലാൽ ആവർത്തിക്കരുത്. ബെഞ്ചമിൻ ഇപ്പോൾ ഇവിടുന്ന് പോകാം. തൻ്റെ ഉപദേശം ആവശ്യമുള്ള കാര്യമാണെങ്കിൽ തന്നെ ഞാൻ വിളിച്ചോളാം. അങ്ങനെ പറഞ്ഞ് ബെഞ്ചമിൻ അവിടെ നിന്നും പറഞ്ഞു വിടുവാണ്. എന്നിട്ട് മനോഹറിനോട് പറയണേ, അതെ, ഈ പൈസ അറേഞ്ച് ചെയ്യുന്ന കാര്യത്തിൽ ബെഞ്ചമിൻ്റെ ഒരു കാരണവശാലും ഇൻവോൾവ് ചെയ്യിക്കേണ്ട. അത് മനോഹർ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്താൽ മതി. ശരി സാർ എന്നും പറഞ്ഞ് അയാൾ അവിടെ നിന്നും പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് ബെഞ്ചമിൻ അവിടെ നിന്നും കുറച്ച് മാറി ചന്ദ്രശേഖരനെ ഫോണിൽ വിളിക്കുക. സാർ, ചെറിയൊരു പ്രശ്നമുണ്ട്. ഇവിടെ പരമേശ്വരൻ സാറിന് എൻ്റെ മേലിൽ എന്തോ ഒരു ഡൗട്ടുള്ള പോലെ തോന്നിയിട്ടുണ്ട്. എൻ്റെ എന്തൊക്കെയോ ചില കാര്യങ്ങൾ അങ്ങേര് കണ്ടെത്തിയെന്ന് എനിക്ക് തോന്നുന്നത്. സാറിപ്പോൾ മനോഹരൻ സാറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അന്നേരം ഞാനതിൻ്റെ ഇടയിൽ കയറി ചെന്നതിന് അയാൾ എന്നെ കണക്കിന് പറഞ്ഞു. ഈ സമയം ചന്ദ്രശേഖരൻ പറയണേ, അങ്ങനെയാണെങ്കിൽ ബെഞ്ചമിൻ സൂക്ഷിക്കണം. ഏട്ടൻ പ്രായമെങ്കിലും അയാളുടെ കണ്ണുകൾ ഭയങ്കര ഷാർപ്പാണ്. കള്ളം കണ്ടുപിടിക്കാൻ അങ്ങേർക്ക് പെട്ടെന്ന് കഴിയും. താൻ പിടിക്കപ്പെടരുത്. നമ്മളിപ്പോൾ നേട്ടങ്ങളുടെ തൊട്ട് മുമ്പിൽ എത്തിയിരിക്കുവാണ്. സാറ് പേടിക്കേണ്ട, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ബെഞ്ചമിൻ കോൾ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. പിന്നീട് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് ചന്ദ്രശേഖരൻ ഉർവശിയുടെ ഫോണിലേക്ക് വിളിക്കുന്നതാണ് കേട്ടോ. ഹലോ ഉർവശി. അങ്ങനെ ചന്ദ്രേട്ടൻ്റെ ശബ്ദം കേൾക്കുന്നതും ഉർവശി അങ്ങ് ഷോക്കാകണേണ്. ചന്ദ്രശേഖരൻ പുറത്തിറങ്ങിയ കാര്യം കൽപ്പനയും അറിയുന്നുണ്ട് കേട്ടോ. അവർക്ക് രണ്ടുപേർക്കും അത് സന്തോഷമാകുവാണ്. പിന്നീട് ശ്യാമയും അമൃതയും ആരതിയും കൂടി സംസാരിക്കുന്ന കാര്യമാണ് കാണിക്കുന്നത്. അന്നേരം ആരതി പ്രിയങ്കയും മുത്തശ്ശിയും കൂടി ആ ഒരു ഡിവോഴ്സിനുള്ള കാര്യത്തിന് നമ്മൾ തയ്യാറാക്കിയ എഗ്രിമെൻറ്റിലൊക്കെ സൈൻ ചെയ്ത കാര്യവും അധികം വൈകാതെ തന്നെ പ്രിയങ്കയും വരുണും തമ്മിലുള്ള ഡിവോഴ്സ് നടക്കുമെന്നും പിന്നീട് വരുണും രാധയ്ക്കും സുഖമായിട്ട് ജീവിക്കാം എന്നുള്ള കാര്യമൊക്കെ ആരതി പറയുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോൾ ശ്യാമക്ക് സന്തോഷമാകുന്നുണ്ട്. അവളും വരുണും കൂടിയുള്ള സന്തോഷമുള്ള ജീവിതം എനിക്ക് കാണണം. അതുപോലെ എൻ്റെ മോള് വലിയൊരു ഉയരങ്ങളിലെത്തണം. ഞാൻ ആഗ്രഹിച്ചതുപോലെ ഈ ലോകം അറിയപ്പെടുന്ന, ലോകം ആരാധിക്കുന്ന ഒരു പാട്ടുകാരിയാകണം അവൾ. എല്ലാ ആളുകളുടെയും മനസ്സിൽ ഗായിക രാധിക എന്നുള്ള പേര് പതിയണം. അതിനുശേഷം എനിക്ക് സമാധാനത്തോടെ ഈ ലോകത്തു നിന്ന് മടങ്ങാം. ഞാൻ മരണപ്പെട്ട് കഴിയുമ്പോൾ ഗായിക രാധികയുടെ അമ്മ വിടവാങ്ങി എന്ന രീതിയിൽ വേണം വാർത്തകൾ വരാനായിട്ട്. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന ഷാമേനെ ഉണ്ടോ പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്